പത്മജയും നിങ്ങളൊരു കാര്യം ചെയ്യും, പത്മജ വേണുഗോപാലിനെയും എന്നെയും കൂടെ ഒരുമിച്ചെടുത്ത് ഞാൻ ഐ എം പ്രിപ്പയർഡ് ടു കം. അവരുമായി ഒരു തുറന്ന ചർച്ചയ്ക്ക് എന്നെയും കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ പത്മജ വേണുഗോപാലിനെയും രാജ്മോഹൻ ഉണ്ണിത്താനെയും കൂടെ ഒരുമിച്ചെടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി നിങ്ങൾ മാധ്യമ പ്രവർത്തകരെ ഞാൻ ആ ചുമതല ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ അവരോട് പറ, രാജ്മോഹൻ ഉണ്ണിത്താൻ ഈസ് പ്രിപ്പയർഡ് ടു ഹാവ് എ ഓപ്പൺ ഡിസ്കഷൻ വിത്ത് പത്മജ വേണുഗോപാൽ. തയ്യാറുണ്ടോ എന്ന് ചോദിക്കുക, ഞാൻ വരാം. അപ്പോൾ ആരോടൊക്കെ ചർച്ച നടത്തിയെന്നും അവരെന്തൊക്കെ ചെയ്യുന്നു നമുക്ക് ഒരുമിച്ച് നിങ്ങൾ വിലയിരുത്തിക്കോ. മനസ്സിലായോ? ഞാൻ തുറന്ന വെല്ലുവിളി പത്മജ വേണുഗോപാലും രാജ്മോഹൻ ഉണ്ണിത്താനും കൂടെ ഒരുമിച്ച് ഒരു മാധ്യമ പ്രവർത്തകരെ കാണാൻ തയ്യാറാണ്. ഞാൻ ആരെയൊക്കെ കണ്ടെന്ന് അവർ പറയട്ടെ. പറഞ്ഞു മനസ്സിലായില്ലേ? പിന്നെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആളുകൾ പറയുന്നത് ഇങ്ങനെ നമ്മൾ അതിന് മറുപടി പറഞ്ഞു. ഞാൻ ഇപ്പോൾ നിങ്ങളെ ഏൽപ്പിക്കുന്നു, നിങ്ങൾ അവരോട് പറയൂ എവിടെ, എപ്പോൾ, ഏത് ദിവസം വേണം. വേറെ ആരും പാടില്ല, മാധ്യമ പ്രവർത്തകരും ഞാനും അവരും മാത്രം. തുറന്ന ചർച്ചയ്ക്ക് അവർ തയ്യാറുണ്ടെന്ന് ചോദിക്കുക. നമുക്ക് കെ കരുണാകരൻ്റെ വീട്ടിൽ നടന്ന 73 തൊട്ടുള്ള ചരിത്രങ്ങൾ നമുക്കവിടെ ചർച്ച ചെയ്യാം. നിങ്ങൾക്കറിയോ, ഞാൻ 73 കരുണാകരൻ്റെ കൂടെ കൂടിയിട്ട് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്തിടിച്ചു. ഞാൻ പറഞ്ഞു 73 തൊട്ട് ഞാൻ നിങ്ങളോട് കൂടിയാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ബോർഡ് തന്നില്ല, ഒരു ചെയർമാൻഷിപ്പ് തന്നില്ല, ഒരു MLA സ്ഥാനം തന്നില്ല, മന്ത്രിസ്ഥാനം തന്നില്ല, നിങ്ങളെന്നെ രാജ്യസഭ തന്നില്ല, ലോക്സഭ തന്നില്ല, കേന്ദ്രമന്ത്രിയാക്കിയില്ല. പുള്ളി എന്നോട് പറഞ്ഞ മറുപടി ഞാൻ നിങ്ങളോട് തുറന്നു പറയാം. നീ ഇതിൻ്റെയൊക്കെ മുകളിലായിരുന്നു. MLA, MP, മന്ത്രി അവരൊക്കെ വിചാരിച്ച എന്താ ഈ രാജ്യം നടക്കുന്നത്? നീ അതിൻ്റെയൊക്കെ മുകളിലായിരുന്നു, നിനക്കറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറയും പിന്നെ അതുകൊണ്ട് എനിക്കെന്താ പ്രയോജനം? അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു, നീ വായി നോക്കിയായിപ്പോൾ എൻ്റെ കുഴപ്പമാണെന്ന് ചോദിച്ചു. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നീ വായി നോക്കി ആയിപ്പോയത് എൻ്റെ കുഴപ്പമാണോ? നിനക്ക് അവസരങ്ങൾ തന്നു, നീ അത് ഉപയോഗിച്ചില്ല. ഞാൻ ആ ഒരു ധൈര്യമാണ് എനിക്കുള്ളത്. ഞാൻ 5 വർഷം ഇവിടുത്തെ MP ആയിരുന്നല്ലോ. നിങ്ങൾ ചോദിക്കുക, ഒരു തുള്ളി ഡീസൽ ഒരാളിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇവിടുന്ന് അടിച്ചിട്ടുണ്ടെന്ന് ചോദിക്കുക. ഒരു കച്ചവടക്കാരൻ്റെ നിന്ന്, ഒരു മുതലാളിയിൽ നിന്ന്, ഒരു പാർട്ടി പ്രവർത്തകൻ്റെ നിന്ന് 1 രൂപ കാസർഗോട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ 5 കൊല്ലം പിരിച്ചെന്ന് പറയട്ടെ. ഞാൻ വ്യത്യസ്തനായ ഒരു രാഷ്ട്രീയക്കാരനാണ്. നിങ്ങൾക്ക് എവിടെ വേണേലും അന്വേഷിക്കാം. ഒരു തുള്ളി ഡീസൽ ഒരു പ്രവർത്തകൻ്റെ നിന്നോ ഒരു കച്ചവടക്കാരൻ്റെ നിന്നോ ഒരാളുടെ നിന്ന് അടിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ ചെയ്യാം. എൻ്റെ ATM കാർഡ് കൊടുത്ത് ഞാൻ അടിക്കുന്ന എല്ലാ പമ്പിലും നിങ്ങൾ പോയി ചോദിക്കുക. രാജ്മോഹൻ ഉണ്ണിത്താൻ ഡീസൽ അടിക്കുമ്പോൾ എൻ്റെ ATM കാർഡ് കൊടുത്തിട്ട് ഞാൻ അടിക്കുന്നത്. എൻ്റെ ATM കാർഡിലെ പൈസ കൊടുത്ത് ഇന്നുവരെ ഞാൻ അടിച്ചിട്ടില്ല. അതെല്ലാം എൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. എടുത്തു തരാം 5 കൊല്ലം. പിന്നെ ഇവിടെ രാഷ്ട്രീയ നേതാക്കന്മാരെ MP എല്ലാ തരത്തിലും പിരിക്കാറുണ്ട്. ഇവിടുത്തെ DCC തന്നെ പറഞ്ഞു MP കൊണ്ട് പിരിക്കാൻ പോകാൻ പറ്റത്തില്ല, MP എന്നാൽ കാശ് കിട്ടത്തില്ല. കാര്യം MP പിരിവിൻ്റെ ആളല്ല. മനസ്സിലായോ? ഈ ഇലക്ഷന് നിങ്ങൾ അന്വേഷിച്ചോ, കോടികൾ പിരിച്ചല്ലോ. നമുക്ക് ആരെങ്കിലും അറിഞ്ഞ് എൻ്റെ ഇലക്ഷൻ കമ്മിറ്റിക്ക് വല്ലതും കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അതെല്ലാം എൻ്റെ ഇലക്ഷൻ അക്കൗണ്ടിലാണ് വന്നിട്ടുള്ളത്, എല്ലാം ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ആരോപണമൊക്കെ ഉന്നയിക്കുമ്പോൾ നോക്കിയും കണ്ടും വേണം ഉന്നയിക്കാൻ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, 73 തൊട്ട് കെ കരുണാകരൻ്റെ കുടുംബത്തിൽ നടന്ന മുഴുവൻ കാര്യം അറിയാവുന്ന ഒരാളാണ് ഞാൻ. കരുണാകരൻ എന്നെ മകനെ പോലെ സ്നേഹിച്ച, പക്ഷേ കരുണാകരൻ കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് ഒന്നും കൊടുക്കില്ല. കൂടെ നിൽക്കുകയും പുള്ളിയെ വിരട്ടുകയും ചെയ്യുന്നവർക്കേ പുള്ളി കൊടുക്കത്തുള്ളൂ. അവസാനം വരെ കൂടെ നിൽക്കുമെന്ന് ഒരുത്തന്നെ ബോധ്യമായാൽ അവനെ പാതാളത്തിലേക്ക് പുള്ളി ചവിട്ടി താഴ്ത്തും. എന്നാൽ കൂടെ നിൽക്കുകയും അവസരം കിട്ടിയ പണിയൊന്ന് കാണുന്നവനെ പണിയാതിരിക്കാൻ വേണ്ടി എന്ത് കൊടുക്കും? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു കൃഷിക്കാരൻ്റെ മകനാന്നല്ല പറഞ്ഞോളൂ. ഞാൻ കരുണാകരൻ്റെ മകനല്ലല്ലോ. ആണോ? അതിന് അച്ഛനെ പറയാമെന്നാണോ നിങ്ങൾ ധരിച്ചു വെച്ചേക്കുന്നത്? ഞാൻ പറഞ്ഞത് ഞാൻ കൊല്ലത്ത് ഒരു കൃഷിക്കാരൻ്റെ മകനാണ്, ഞാൻ കെ കരുണാകരൻ്റെ മകനല്ല. ആണോ? യു ടെൽ മീ. ഐ ആം ടെല്ലിങ് ദ ട്രൂത്ത്. ഞാനൊരു കൊല്ലത്തൊരു കാർഷിക കുടുംബത്തിൽ ജനിച്ച ആളാണ്. അതേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ല അവിടെ കെ കരുണാകരൻ്റെ മകനല്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. കെ കരുണാകരൻ എത്ര കൊല്ലം പിന്നെ രാഷ്ട്രീയത്തിൻ്റെ സൗഭാഗ്യങ്ങൾ ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്ത ഒരാളാണ്. അങ്ങനെ ഒരാളുടെ മക്കൾ പട്ടികപ്പെട്ടതല്ല ഞാൻ. അല്ല നിങ്ങൾ മീഡിയ അതിട്ട് കളിക്കരുത്. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ താല്പര്യം അതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പോൾ AK ആൻ്റണിയുടെ മകനല്ലല്ലോ ഞാൻ. AK ആൻ്റെ മകനാണ് പോയത്. എന്തുകൊണ്ടാണ് അയാൾ പോയത്? AK ആൻ്റണി എത്ര പ്രാവശ്യം മുഖ്യമന്ത്രിയായി, എത്ര പ്രാവശ്യം പ്രതിപക്ഷ നേതാവായി, എത്ര പ്രാവശ്യം ഈ സൗഭാഗ്യങ്ങൾ മൊത്തം അനുഭവിച്ച ആൾ ഇപ്പോൾ ആ സൗഭാഗ്യം കിട്ടാതെ വന്നപ്പോൾ പുതിയ മേച്ചിൽപ്പുറം തേടിപ്പോയി. ഞങ്ങളങ്ങനെ പോവില്ല. പത്മജ അങ്ങനെ പോയി. ഞങ്ങളാരും പോവില്ല. കാര്യം ഞങ്ങളുടെ അച്ഛനൊന്നും മുഖ്യമന്ത്രി ആയിട്ടില്ലല്ലോ, പ്രതിപക്ഷമായില്ല, കേന്ദ്രമന്ത്രി ആയിട്ടില്ല. ഞങ്ങൾ ഈ സൗഭാഗ്യമൊന്നും ഇതുവരെ അനുഭവിച്ചില്ല. എൻ്റെ മക്കൾ
എൻ്റെ മക്കൾ രണ്ടുപേരും ലണ്ടനിൽ പോയി കിടന്ന് കഷ്ടപ്പെടുകയാണ്. നിങ്ങൾ അന്വേഷിക്കുക, ഞാൻ ലണ്ടനിൽ നമ്പർ തരാം. അവരവിടെ പോയി കൂലിപ്പണി ചെയ്ത് ജീവിക്കുകയാണ്. രണ്ടുപേരും MBA പാസ്സായവരാണ്. രണ്ടുപേരും ഇവിടെ ജീവിക്കാൻ അവർക്ക് ഒരു ഇതില്ലാത്തതുകൊണ്ട് അവർ രണ്ടുപേരും ലണ്ടനിലാണ്. ഞാൻ പറഞ്ഞ എൻ്റെ മക്കൾക്കൊന്നും അച്ഛൻ്റെ സൗഭാഗ്യം കിട്ടിയിട്ടില്ല. ആൻ്റണിയുടെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ട്, കരുണാകരൻ്റെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ കിട്ടുന്നില്ല. കിട്ടാതെ വന്നപ്പോൾ അസ്വസ്ഥയായി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തിൻ്റെ മകനല്ലല്ലോ. ഞങ്ങളൊക്കെ പാവപ്പെട്ട്, ഞങ്ങളുടെ അച്ഛന്മാരൊന്നും ഇതുപോലൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ലല്ലോ, സൗഭാഗ്യമൊന്നും തന്നിട്ടില്ലല്ലോ. ഞങ്ങൾ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടും അങ്ങനെ ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഭൂസ്വത്തുണ്ട്, ആണ്ടുകൊണ്ട് നെല്ലുണ്ട്, ഒക്കെ വേറെ കാര്യം. പണമില്ലല്ലോ, ലിക്വിഡ് ക്യാഷ് ഇല്ലല്ലോ. മനസ്സിലായി? അതാ പറഞ്ഞത്. നിങ്ങൾ മറ്റ് എടുത്തിനി അത് വിവാദമാക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. അത് ഞാൻ ഓഫ് ദ റെക്കോർഡായിട്ട് ഇത് പറയുകയാണ്.